നമസ്കാരം സുഹൃത്തുക്കളെ. മാറ്റത്തെ എതിർക്കുന്നവർ ചരിത്രത്തിന്റെ ഭാഗമാകും. മാറ്റത്തെ സ്വീകരിക്കുന്നവർ ചരിത്രം സൃഷ്ടിക്കും. എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വർഷമാണ് 2026. നിങ്ങൾ ഇന്നലെ വരെ എന്തായിരുന്നു എന്നതല്ല, നിങ്ങൾ ഇപ്പോൾ എങ്ങനെ ആണ് എന്നതാണ് കാര്യം. എല്ലാവരും ജീവിതത്തിൽ നല്ലൊരു മാറ്റം ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമയം ഒരിക്കലും വെറുതെ ആവില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ഈ കാര്യങ്ങൾ മുഴുവൻ പറയാൻ മണിക്കൂറുകൾ വേണ്ടിവരും. അതിൽ ഞാൻ കുറച്ച് ഭാഗങ്ങളായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. എന്നോടൊപ്പം ഈ ഉദ്യമത്തിന് തയ്യാറായി വന്ന എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നീ ഒരു ഭീരു ആയിരിക്കാം, ഇന്നലെ നീ ഒരു ദരിദ്രനായിരിക്കാം, ഇന്നലെ വരെ നിങ്ങൾ വിഷാദത്തിലായിരിക്കാം, ഇന്നലെ വരെ നിങ്ങൾ നെഗറ്റീവ് ചിന്തകളിലായിരിക്കാം. എന്നാൽ നിങ്ങൾ അറിയുക, ഈ നിമിഷം മുതൽ നിങ്ങൾ മാറാൻ തുടങ്ങിയിരിക്കുന്നു. അറിവ് എന്നത് ഇന്ദ്രിയങ്ങൾ വഴി മനസ്സിലാക്കുന്ന ഒരു പ്രതിരൂപമാണ്. ഇതൊരിക്കലും ബൃഹത്തായ കണ്ടുപിടുത്തങ്ങളല്ല. ഇവിടെ നിങ്ങളെ ഞാൻ പുതുതായി ഒന്നും പഠിപ്പിക്കുന്നുമില്ല. നിങ്ങളെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന ശക്തിയെ ഉണർത്താനുള്ള ഒരു വഴി കണ്ടെത്തുന്നു എന്ന് മാത്രം. ഈ പ്രപഞ്ചത്തിൽ ഏതൊരാൾക്കാണോ തൻ്റെ മഹത്തായ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ തീവ്രമായ ആഗ്രഹമുള്ളത്, അതിനുള്ള യഥാർത്ഥ വഴി നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിയുക എന്നതാണ്. വിജയം സാധ്യമാകുന്നതിനായി നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ ഓരോന്നും ചങ്ങലയിലെ കണ്ണികൾ പോലെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഏതെങ്കിലും ഒരു ചങ്ങലയിലെ ഏതെങ്കിലും ഒരു കണ്ണിക്ക് കുറവുണ്ടായാൽ അത് നിങ്ങളുടെ ശ്രമങ്ങളെ ദുർബലമാക്കുന്നു. നമുക്ക് തുടങ്ങാം. വിജയത്തിനായിട്ടുള്ള ഒന്നാമത്തെ വഴി ലക്ഷ്യമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ലക്ഷ്യമില്ലാത്ത മനസ്സ് കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെയാകും, എങ്ങോട്ട് വേണമെങ്കിലും സഞ്ചരിക്കും. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ സൃഷ്ടിച്ചതാണ്. അതിൻ്റെ വിധികർത്താവും നിങ്ങൾ തന്നെയാണ്. ഉയരമുള്ള ദുർഘടം നിറഞ്ഞ കാട്ടിൽ കൂടി, പാറക്കെട്ടിൽ കൂടി വളരെ പ്രയാസപ്പെട്ട് നിങ്ങൾ സഞ്ചരിച്ച് അതിൻ്റെ മുകളിലെത്താൻ നിങ്ങൾ ശ്രമിക്കാറില്ലേ? എന്തിനാണ് അവിടെ എത്തുന്നത്? അവിടെ എത്തിയാൽ നിങ്ങൾക്ക് താഴോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ആ മനോഹരമായ കാഴ്ചയിലെ അതിൻ്റെ ആ ഒരു നിർവൃതി, അത് താഴെ നിൽക്കുന്നവർക്ക് കാണാൻ സാധിക്കില്ല. ആ കല്ലും മുള്ളും കടന്ന് മുകളിലെത്തുമ്പോൾ കാണുന്ന ആ മനോഹരമായ കാഴ്ച, അത് നിങ്ങൾക്ക് നൽകുന്ന ഒരവസ്ഥയില്ലേ? അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ലക്ഷ്യം നേടിയെടുക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതിയും. സ്വപ്നങ്ങളാണ് നിങ്ങളുടെ ലക്ഷ്യത്തെ നിശ്ചയിക്കുന്നത്. മനുഷ്യൻ കാണുന്ന സ്വപ്നങ്ങളാണ് യാഥാർത്ഥ്യമാകുന്നത്. TV, ഫോണ്, ട്രെയിന്, വിമാനം തുടങ്ങിയ എല്ലാ കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുള്ളവർ അവ സ്വപ്നം കണ്ടതിൽ കൂടിയാണ്. എന്നാൽ നിങ്ങളോട് പറയട്ടെ, ചില സ്വപ്നങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ യാഥാർത്ഥ്യമാകും, ചിലതിന് ദശാബ്ദങ്ങൾ വേണ്ടിവരും. മരം മുറിക്കാൻ മണിക്കൂറുകൾ മതി, എന്നാൽ അത്രയും വളർന്നെത്താൻ വർഷങ്ങൾ വേണം. സ്വപ്നങ്ങളും അതുപോലെയാണ്. അതിൻ്റെ വ്യാപ്തി അനുസരിച്ച് കാലയളവ് വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്കത് സാധ്യമാണെന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോൾ നിങ്ങൾ പകുതി വിജയം നേടിയിരിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യം എന്തുമാവട്ടെ, ജോലിയാവാം, വീടാകാം, കാറാവാം, സാമ്പത്തികമാകാം, ഉന്നത പദവിയാകാം, അല്ലെങ്കിൽ ആരോഗ്യമുള്ള ജീവിതമാകാം, എന്ത് തന്നെ ആയാലും വ്യക്തമായ ഒരു ലക്ഷ്യം തിരഞ്ഞെടുത്ത് അതിനെ രൂപപ്പെടുത്തുക. നിങ്ങളുടെ മഹത്തായ സ്വപ്നം പടിപടിയായി പൂർത്തീകരിക്കുന്നതാണ് വിജയം. ഓരോ കോണിയും ചവിട്ടി മുകളിലെത്തിയവർക്ക് മാത്രമേ എത്ര പടികളുണ്ടെന്ന് മനസ്സിലാക്കാനാവൂ. അതുപോലെ പടിപടിയായി പൂർത്തീകരിക്കുന്ന വിജയത്തിന് തിളക്കം കൂടും. ലക്ഷ്യം നമുക്കെങ്ങനെ കണ്ടെത്താം? നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം തിരഞ്ഞെടുത്തു. ആ പ്രവൃത്തിയിൽ നിങ്ങൾ മറ്റൊരാളുടെയും പ്രേരണയില്ലാതെ, മടുപ്പ് വരാതെ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ നിങ്ങളെ മനസ്സ് പ്രേരിപ്പിക്കുന്നുണ്ടോ? എത്ര കഠിനമായ ജോലിയും നിങ്ങൾ ഉള്ളിൽ സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ അത് തന്നെയാണ് ആ വ്യക്തിയുടെ താല്പര്യം കുടികൊള്ളുന്ന മേഖല. നിങ്ങളുടെ വിജയം സാധ്യമാക്കാൻ നിങ്ങളുടെ വാസനകൾ തിരിച്ചറിയുക. ലക്ഷ്യം സാധ്യമാക്കുന്ന വാസനകളോട് മനസ്സ് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ഉന്നതിയിലെത്താൻ കഴിയും. മറ്റുള്ളവരുടെ ചില വാക്കുകൾ നിങ്ങളെ നിരാശപ്പെടുത്താറുണ്ട്. ദിവസങ്ങളോളം അതോർത്ത് വിഷമിക്കാറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ചിലരുടെ വാക്കുകൾ പ്രചോദനമാവാറുണ്ട്. ആ പ്രചോദനത്താൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കാറുമുണ്ട്. നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഒരു കാര്യം,
പ്രചോദനം ഉൾക്കൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കും മുമ്പേ അത് നിങ്ങളുടെ ലക്ഷ്യത്തോട് നീതി പുലർത്തുന്നുണ്ടോ എന്ന് ആലോചിച്ച് ഉറപ്പുവരുത്തണം. ശരിയായ ലക്ഷ്യം തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുക. അതിനാൽ ബാഹ്യപ്രേരണ ഇല്ലാതെ സ്വന്തം വാസനകളോട് പൊരുത്തപ്പെടുന്ന ലക്ഷ്യം തിരഞ്ഞെടുക്കുക. അത് നിങ്ങൾക്ക് സമ്മാനിക്കാൻ പോകുന്നത് വലിയ വിജയമായിരിക്കും. അതിനായി നിങ്ങൾ ഇവിടെ തുടക്കം കുറിക്കുക. വിജയത്തിനായുള്ള അടുത്ത ഘട്ടം വരുന്നത് അടുത്ത എപ്പിസോഡിൽ വിശദമായി പറയാം. ഞാൻ ലക്ഷ്യം നിറവേറ്റുമെന്ന് നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. 2026 നിങ്ങളുടെ വർഷമായിരിക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ.